2018 ഞങ്ങൾ ആദ്യമായിട്ട് ഈ സിനിമ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. അന്ന് ഞാൻ ആൻഡ് ദി ഓസ്കർ ഗോസ് ടു എന്നുള്ള സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് നിൽക്കുമ്പോഴാണ് ഡിജോ വിളിച്ചിരുന്നത്. അപ്പോൾ ഇതിനൊരു സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഡേറ്റുകൾ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര പെടാപ്പാട്. എനിക്കും ഞാനും സിനിമയിൽ വന്നിട്ട് അധികമായിട്ടില്ല, അത്രയും സിനിമകൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഡിജോൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്, ഇഷ്ടപ്പെട്ടാലും കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നിവൃത്തിയുടെ തൽക്കാലം ഉണ്ട്, അതുകൊണ്ട് നമുക്കിത് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. പക്ഷെ ഡിജോ പറഞ്ഞു എന്നാലും നമുക്കൊന്ന് വെറുതെ നമുക്കൊന്ന് ഇരുന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഡേറ്റ് ഉണ്ടാക്കി ചെയ്യണം എന്നെനിക്ക് തോന്നിയ ഒരു സിനിമയാണ്. അന്ന് സുരേഷ് ഏട്ടനും ഡിജോയും കൂടെ വന്നിട്ടാണ് അന്ന് നരേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ പലതവണ പ്ലാൻ ചെയ്തെങ്കിലും പലപ്പോഴും അത് നടന്നില്ല. പക്ഷെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയും വർഷങ്ങളിൽ ആ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ അന്ന് കണ്ടതിനേക്കാൾ എത്രയോ എലിവേറ്റഡ് ആയിട്ടുള്ള സീനുകളുള്ള, എത്രയോ ഗംഭീരമായിട്ടുള്ള സീക്വൻസുകളുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു സിനിമയ്ക്ക്, ഒരു കലക്കൻ സിനിമയ്ക്ക് പറ്റിയൊരു സ്ക്രിപ്റ്റായിട്ട് ഇതിനെ ഒരു പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ഡിജോ മറ്റ് സിനിമകൾ ചെയ്തു, ഞാൻ മറ്റ് സിനിമകൾ ചെയ്തു. പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. പലതവണയായിട്ട് നമ്മൾ ഇതിൻ്റെ സ്ക്രിപ്റ്റുമായിട്ട് ഇരുന്നു. എന്നിട്ട് ഇപ്പോൾ ഫൈനലി നമ്മളിരിക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന, ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു സ്ക്രിപ്റ്റായിട്ടാണ്. അതിൽ സുരേഷ് ഏട്ടൻ, ഡിജോ നന്ദി, ഒരുപാട് നന്ദി. ഇങ്ങനെ നിർത്താതെ അതിൽ പിന്നെയും പോളിഷ് ചെയ്തു അതിനെ കൂടുതൽ നല്ല സ്ക്രിപ്റ്റാക്കി കൂടുതൽ നല്ല സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ടാക്കിയതിന് നന്ദി. പിന്നെ തീർച്ചയായിട്ടും നൗഫലും രിജേഷും തൻസീലും ഒക്കെ എനിക്ക് കുറേ കാലങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഞങ്ങളിതിന് മുമ്പും ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തീവണ്ടി ആണെങ്കിലും ഗോവയാണെങ്കിലും മെക്സിക്കൻ ഭാരതിയൊക്കെ ആണെങ്കിലും ഇവരാണ് അത് UAE-ലും ഒക്കെ GCC കൺട്രീസിലും ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നത്. അതിനുശേഷം ഞങ്ങളിപ്പോൾ ടൂഡിയോ തോമസ് പ്രൊഡക്ഷൻസും വേൾഡ് വൈഡ് ഫിലിംസും പാർട്ട്ണർഷിപ്പിലാണ് മരണമാസം എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഒരു അസോസിയേഷൻ. അപ്പോൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റും എല്ലാം വായിച്ച് ഈ സിനിമയുടെ ഡിജോയുടെയും ഒക്കെ വിഷൻ മനസ്സിലാക്കി ഈ സിനിമയുടെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസർമാർക്ക് തീർച്ചയായിട്ടും ഭയങ്കര നന്ദി. ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പിന്നെ ഇതുപോലെ ഞാൻ വർഷങ്ങളോളം കാത്തിരുന്ന് ചെയ്തിട്ടുള്ള സിനിമകൾ ഒന്ന് രണ്ടെണ്ണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് ARM-ഉം പിന്നെ തല്ലുമാലയും തീവണ്ടിയും പോലുള്ള സിനിമകളാണ്. നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്യാൻ പറ്റിയതെന്നുണ്ടെങ്കിലും ചെയ്തപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയിലും എനിക്കുള്ള കോൺഫിഡൻസ്. അന്ന് ഞങ്ങൾ ആദ്യം കണ്ട 2018-നേക്കാൾ ഡിജോവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ്, ഇപ്പോൾ ഞാനും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മളുടെ എക്സ്പീരിയൻസസിൽ നിന്ന് നമ്മൾ കൂടുതൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഇതിന് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്രൂവും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ മ്യൂസിക് ചെയ്യുന്ന ജെയ്ക്സ് ചേട്ടനാണെങ്കിലും, എഡിറ്റ് ചെയ്യുന്ന ശ്രീജിത്ത് ആണെങ്കിലും, ദിവാകർ മണി സിനിമാറ്റോഗ്രഫി ആണെങ്കിലും, ദിലീപ് നാഥ് അദ്ദേഹമാണ് ആർട്ട് ഡയറക്ഷൻ ചെയ്തത്. ഇതുപോലെ എല്ലാ മേഖലയിലും ഏറ്റവും നല്ല ഒരു ടെക്നീഷ്യൻസിനെയും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷകളുള്ള, ഞാൻ അടുത്തതായിട്ട് തുടങ്ങാനായിട്ട് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന സിനിമകളിലൊന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പോകുന്ന സിനിമ തന്നെയാണ് പള്ളിച്ചട്ടമ്പി. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഗുണം ചെയ്യുന്ന സിനിമയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. പറഞ്ഞ പോലെ ഞങ്ങൾ 6ഓളം സിനിമകൾ നമ്മൾ പല രീതിയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ശരിക്കും ടോബി ഒരു ലക്കി ജാമ് തന്നെയാണ്. കാര്യം ഞങ്ങൾ അസോസിയേറ്റ് ചെയ്ത എല്ലാ സിനിമകളും കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആണ്. അപ്പം ഞാൻ ഈക്വലി എക്സൈറ്റഡ് ആണ്. ബ്രിജേഷും ഞാനും ഞങ്ങളുടെ വേൾഡ് വൈഡ് ഫാമിലി ഈസ് വെരി എക്സൈറ്റഡ് ടു വർക്ക് വിത്ത് യു അഗെയിൻ ടോബി. സുരേഷ് ഏട്ടൻ്റെ എന്താ പറയുക, റൈറ്റിങ്ങിൻ്റെ യഥാർത്ഥ സ്കില്ല് പുറത്തെടുക്കാൻ പോകുന്നൊരു സിനിമയായിരിക്കും ഇത്. ആ ഒരു ഉറപ്പ് തരുന്നു. ജെയ്ക്സ്, ശ്രീജിത്ത്, ദിവാകർ, വി ഹാവ് എ ഫെൻറ്റാസ്റ്റിക് ടീം. അപ്പം ഈ സിനിമ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലയാള സിനിമയ്ക്കും അഭിമാനിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു ചടങ്ങിലേക്ക് എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. തൊബി പറഞ്ഞതുപോലെ ഞങ്ങൾ 2018 തുടങ്ങിയ ഒരു യാത്രയാണ്. ശരിക്കും നടൻ സിനിമ കഴിഞ്ഞിട്ടാണ് ഡിജോ എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ സിനിമയ്ക്ക് വേണ്ടി ഇരിക്കുന്നത്. അന്നൊരു ചട്ടമ്പി കഥ ഉണ്ടാക്കാം എന്നുള്ളൊരു ധാരണയിൽ
നാളത്തെ ഒരു യാത്ര ശരിക്കും എൻ്റെ ഡിജോയുടെയും ഒപ്പം ടോവിയുടെയും ഇപ്പോൾ അവസാനം ടോവിയുടെ നഫറും പ്രജേഷും എല്ലാവരും കൂടെ ചേർന്നിട്ട് അതൊരു ഗംഭീര സിനിമ ആവാനുള്ള എല്ലാ ഒരുക്കങ്ങളും സംഭവിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചൊരു വലിയ സന്തോഷം ഡിജോ ഏറ്റവും പുതിയ തലമുറയിൽപ്പെടുന്ന ഒരു സംവിധായകനുമായിട്ട് ചേർന്ന് ഒരു പഴയ കഥ പറയാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു സൗന്ദര്യം അത് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്കുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ നവോത്ഥാന കേരളത്തിൻ്റെ ഒരു ചരിത്രം പറയാതെ വെച്ച ഒരു ചട്ടമ്പി കഥ അത് നമ്മളുടെ ഭാവനയും കൂടെ ചേർത്തിട്ട് ഒരു കഥ പറയുന്നത് അത് ഏറ്റവും പുതിയ തലമുറയുടെ ഒരു പ്രതിനിധി അതിൽ കയ്യൊപ്പെടുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ തന്നെയാണ് ടോവി. ഞങ്ങൾ ഈ കഥ ആലോചിക്കുന്ന ഘട്ടം മുതൽ മറ്റൊരു നായകൻ ഞങ്ങളുടെ മനസ്സിലില്ല. വെരി ബിഗിനിങ് മുതൽ തന്നെ ടോവി അന്ന് ഞങ്ങൾ കഥ പറയാനായിട്ട് ആദ്യം പോകുമ്പോൾ ഞാൻ പുറത്തുണ്ട്, ഡിജോ അകത്ത് കയറുമ്പോൾ ടോവി പറഞ്ഞപ്പോൾ കേട്ടിട്ടൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ വിട്ടില്ല. പക്ഷേ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ടോവി തീർച്ചയായിട്ടും അതിലേക്ക് വന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ നൗഫല്, രജേഷ്, പിന്നെ നമ്മുടെ ടെക്നിക്കൽ ടീം എല്ലാവരും, നിങ്ങൾക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ടെക്നിക്കൽ ടീമുണ്ട്. ഇതൊരു ഗംഭീര സിനിമയാവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാകും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ നമുക്ക് ആക്ടിങ് തുടങ്ങിയതിന് ശേഷം ചാൻസ് ചോദിക്കാൻ മടിയാണ്, കാരണം ഞാനൊരു ഡയറക്ടർ ആയിരുന്നുകൊണ്ട്. പക്ഷെ എന്നാൽ ചില ഡയറക്ടർമാരുടെ പടവും കാണുമ്പോൾ നമ്മൾ തോന്നും ഇയാളല്ലാണ് നമ്മളെ വിളിക്കാത്തത്. അങ്ങനെ തോന്നിയിട്ടുള്ള ഒരാളാണ് ഡിജോ. ഈ അടുത്ത കാലത്ത് കുറച്ച് മുമ്പോട്ട് പറഞ്ഞു ചേട്ടാ അടുത്ത പടത്ത് ചേട്ടനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ പൂജയ്ക്കൊക്കെ വിളക്കൊക്കെ കത്തിക്കാൻ തന്നു. എനിക്ക് തോന്നുന്നു പടത്തിൽ ഒരുവിധം പ്രാധാന്യമൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. പടത്തിൽ അപ്രാധാന്യം ഉണ്ടാവുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പിന്നെ ഒരു പുതിയ നിർമ്മാണ കമ്പനി വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇത്തരം ഒരു പ്രൊജക്റ്റിന് വേണ്ടി ധൈര്യസമേതം ഒരു നിർമ്മാണ കമ്പനി, പ്രത്യേകിച്ച് പരസ്പര വിശ്വാസമുള്ള ഒരു ടീം തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം തല്ലിമാർക്ക് ശേഷം എന്നോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം ടോവിനേക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു സിനിമ ഞാൻ ഇപ്പം പിന്നെ അതുപോലെ തന്നെ സുരേഷ് ബാബു ഞാൻ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ്, പ്രഭാതൻ നായർ റൈറ്ററാണ്. അപ്പോൾ ഈ ഒരു ടീമിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത്, എന്നെയും ഉൾപ്പെടുത്തിയത് അങ്ങേറ്റം നന്ദി ഞാൻ അറിയിക്കുന്നു. വലിയ ഒരു സിനിമയാകാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. വലിയ വിജയമാവട്ടെ. നമുക്ക് പുതിയ നിർമ്മാതാക്കൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഡിജോ 3 പടമാണ് ചെയ്തതെങ്കിലും 2 പടത്തിനും സാഹസം എടുത്ത ആള് ഞാനാണ്. അപ്പോൾ വളരെയധികം സന്തോഷം. ഡിജോയുടെ ഒരു പടം ഡിജോയുടെ ഒരു പടം എന്ന് പറയുന്നത് എൻ്റെ ഒരു ബ്രദറിൻ്റെ പടം പോലെ തന്നെയാണ്. അതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. ഈ സിനിമയുടെ ഒരു കഥ ഏറ്റവും ആദ്യം കേട്ടവരിൽ ഒരാൾ ഞാൻ തന്നെയാണ്. കാരണം ഈ സിനിമ ഒരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. കാരണം ഇതിൽ അത്രയും കൊമേഴ്ഷ്യൽ ഒരു സിനിമയാണ്. കാരണം ഇതൊരു ചെറിയ സിനിമയല്ല. ഡിജോയുടെ പേര് പോലെ തന്നെ നീട്ടമുള്ള ഒരു സിനിമയാണ്, ഒരു വലിപ്പമുള്ള ഒരു സിനിമയാണ്. പിന്നെ അതുകൊണ്ടിട്ട് അത് കവറപ്പ് ചെയ്യാനായിട്ട് കുറേ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കുറച്ച് ബഡ്ജറ്റ് കൂടിയാലും അത് ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരവും ആ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ടിട്ട് അതും കുഴപ്പമില്ല. അതെ, ഷെയറിങ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സ്ക്രിപ്റ്റും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം സിനിമയുടെ ഒരു വലിപ്പം അത്രയും ഉണ്ട്. അതുപോലെ തന്നെ സുരേഷ് ഏട്ടൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവായിരിക്കും ഈ സിനിമ. സുരേഷ് ഏട്ടൻ വേറെ എങ്ങും പോയതുകൊണ്ടിട്ടല്ല, ടൂറായിട്ട് പോയതുകൊണ്ടിട്ടല്ല, സുരേഷ് ഏട്ടൻ്റെ അത്രയും മാസമായിട്ടുള്ള ഒരു സിനിമയാണ് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. കാരണം ഇത് ബേസിക്കായിട്ട് ഇവരിപ്പം വർഷങ്ങൾ പറഞ്ഞു, ആ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാനും കേട്ടുകൊണ്ടിട്ട് പറയുകയാണ്. ഇതിൻ്റെ ഒരു ബിൽഡപ്പ് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ടോവിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ, അതെല്ലാം വളരെയധികം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ഈ സിനിമയുടെ ടൈറ്റിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പള്ളിച്ചട്ടമ്പി എന്നായതുകൊണ്ടിട്ട് തന്നെ എല്ലാ പള്ളിക്കാരുടെയും, എല്ലാ ടൈപ്പുള്ള പള്ളിക്കാരുടെ എല്ലാം, അതായത് ജാതിമത ഭേദമന്യേട്ടോ എല്ലാ പള്ളിക്കാരുടെയും അനുഗ്രഹവും, അതുപോലെ തന്നെ ഈ ചട്ടമ്പിക്കാരുടെ എല്ലാ ചട്ടമ്പികളുടെയും അനുഗ്രഹവും പ്രത്യേകിച്ചതുള്ളത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടതെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്രയും ബഡ്ജറ്റുള്ള സിനിമയാകുമ്പോൾ എല്ലാം കൂടെ നോക്കി വേണമല്ലോ അതിൻ്റെ ഒരു ടൈറ്റിൽ ഇടാനായിട്ട്. അപ്പം അത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ടൊവിനോ. അപ്പം സിനിമ നടൻ എന്ന നിലയിൽ ഒരു സിനിമയോടൊപ്പം 100%
അപ്പം ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ഹീറോയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവർക്ക് നേരത്തെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഇവിടെ നേരത്തെ തന്നെ പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ഹീറോയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വലിയ വലിയ വിജയമായി മാറട്ടെ. ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് 2025-24 ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ മറ്റ് ഭാഷകളിനേക്കാൾ കൂടുതൽ ഹിറ്റുകൾ കൊടുത്തത് മലയാള സിനിമയിൽ നിന്നാണ്. എന്നിട്ട് പോലും മലയാള സിനിമയ്ക്ക് മറ്റ് ബിസിനസ്സുകൾ ആ ഭാഷകളിൽ കിട്ടുന്ന ബിസിനസ് മലയാള സിനിമയ്ക്ക് കിട്ടുന്നില്ല. അപ്പം ആ ഒരു വർഷമാണ് 2025 കാലെടുത്ത് വെക്കുമ്പോൾ ഇത്രയും വലിയൊരു പടമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് പള്ളിച്ചട്ടമ്പി അങ്ങനെ ഒരു സിനിമയായി മാറട്ടെ എന്നും. പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടെ, ഇപ്പോഴാണ് ഈ ഓവർസീസ്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഇപ്പോഴാണ് ഈ ഓവർസീസിനൊക്കെ ഇത്രയും മാർക്കറ്റ് വന്നത്. ഇപ്പം നേരത്തെയൊക്കെ ഞങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവര് നൗഫലും ബ്രിജീഷൊക്കെ വരുന്നതിന് മുമ്പ് ചെറിയ തുകകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. നമുക്കൊക്കെ ഒരു 25 ലക്ഷം രൂപ 50 ലക്ഷം രൂപയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നൗഫലും ബ്രിജീഷൊക്കെ വന്നതിന് ശേഷമാണ് മലയാള സിനിമയിൽ ഓവർസീസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു മാർക്കറ്റ് തന്നെ ഉണ്ടായത്. കാരണം ഇവർ ഒരുപാട് പൈസ അതിന് വേണ്ടിയിട്ട് കളഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ അറിയാലോ, ഇപ്പോൾ ഒരു ബിസിനസ് ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും, ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അല്ല, എനിക്കറിയാവുന്ന ഒരു കഥ പറയുന്നു മാത്രമേ ഉള്ളൂ. കാരണം അവരുടെ ഒത്തിരി പൈസ അതിന് വേണ്ടിയിട്ട് വിട്ട് കളഞ്ഞിട്ടുണ്ട്. കാരണം സിനിമയിൽ വിട്ട പൈസ തിരിച്ചെടുക്കുക എന്ന് പറയുന്ന കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ മാർക്കറ്റ് ഇല്ലാതിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഏകാധിപത്യമായിരുന്നു ഓവർസീസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. അപ്പൊ ഇവര് വന്നപ്പോഴായിരുന്നു അതിനൊരു കോമ്പറ്റീഷൻ വന്നത്. അപ്പോഴാണ് കോടിക്കണക്കിന് ഒരു ഇതിലേക്ക് മാറിയത്. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ തന്നെ ഇവർക്ക് അപ്പോൾ ഒരു 3-4 സിനിമകൾ ഈവൻ കൊടുത്തു. കാരണം ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ മാത്രമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. കാരണം പിന്നെ ഇപ്പുറത്തെ ആള് നല്ല പൈസ തരാനായിട്ട് തുടങ്ങി. അതുകൊണ്ടിട്ട് പക്ഷെ ഞാൻ പറയാണ്, വേൾഡ് വൈഡ് വന്നതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓവർസീസ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇത്ര മാർക്കറ്റ് കിട്ടിയ അങ്ങനെ ഒരു കമ്പനി ടോവിനോട് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഞാൻ അധികം സമയമെടുത്ത് സംസാരിക്കുന്നില്ല. കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം അല്ലാത്തതുകൊണ്ടിട്ട് അതിക്കുള്ള അനുമതി കിട്ടത്തില്ല. എനിവേ താങ്ക് യു സോ മച്ച്. नमस्कारम, गुड मॉर्निंग। मेरा नाम राफेल है। मैं भी एक फिल्म पहले प्रोड्यूस किया था, आमी कमला सुरैया का बजट स्टोरी. ഇത് നല്ലൊരു ബിഗ് ബഡ്ജറ്റ് പടം നന്നായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം. बहुत अच्छा फिल्म है, बहुत अच्छा एक्टर है. अभी ये भी बहुत बढ़िया फिल्म होगा. ओके, और बाकी ये मेरे दोस्त है, ये भी मेरा दोस्त है, ये आप दोस्त बनेगा बाद में. ओके. Morning. I'm really excited to collaborate with Dijo sir and Topina sir for this project. It's a visually challenging film, so we've started working on the pre-production. I hope the film is going to be a big hit, and I hope everyone loves the visuals of the film. Thank you. പള്ളിച്ചട്ടമ്പി ഞാൻ ഏകദേശം 2018 ഒരു കൊച്ചു പടവുമായിട്ട് ഡിജോ ഞങ്ങൾക്ക് വന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് പറഞ്ഞു ഒരു വലിയ പടം എൻ്റെ ഇതിലുണ്ട്. എന്നെ കണ്ടപ്പോൾ അത്രയും വലിയ പടം എടുക്കാൻ പറ്റുന്ന ആളെ ഡിജോ പറഞ്ഞില്ല. അപ്പോൾ പള്ളിച്ചട്ടമ്പി എന്നാണ് പേര്. അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഒരു ചെറുതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ പള്ളിച്ചട്ടമ്പി അപ്പോൾ ഒരു ഈ പറഞ്ഞതുപോലെ 2018 ഒരു സ്ക്രിപ്റ്റ് വന്ന് രൂപയുടെ അടുത്ത് പറയണമെങ്കിൽ ഇന്ന് മുതൽ സുരേഷ് ഏട്ടൻ ഇതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അന്ന് മുതൽ നീറി ഉള്ളിൽ കിടന്ന് ഒരു സ്ക്രിപ്റ്റ് ഇപ്പോൾ പുകഞ്ഞു തുടങ്ങുന്നു. ഇത് ആളിക്കത്തും ഇറങ്ങുമ്പോൾ. അങ്ങനെ അത്രയും ഉള്ളിൽ ഒരു സ്ക്രിപ്റ്റ് ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതൊരു തിരക്കഥാകൃത്തിന് അത് എഴുതി മിനുക്കാനായിട്ടുള്ള ഒരു ഇതുണ്ടാവുക. അത് കഴിഞ്ഞ് ഒരു സംവിധായകന് ഇത് ചെയ്യാനായിട്ടുള്ള ഒരു ത്വരയുണ്ടാവുക. ഒരു നടൻ ഇത് ചെയ്തോളാം വയ്യ എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും അതിനകത്തുള്ളിലൊരു ഒരു ഫയർ ഉണ്ടാവും. അപ്പം അത് തന്നെയാണ് ഞാൻ ഈ സിനിമയിൽ പ്രതീക്ഷിക്കുന്നത്. ഡിജോ ഒട്ടും മോശക്കാരനല്ല. അപ്പം അതുകൊണ്ട് ഡിജോ ഇത് ചെയ്ത് ഫലിപ്പിക്കാൻ എടുക്കുന്നതാണ്. പിന്നെ
ബാക്ക് ചെയ്യുന്ന ബ്രിജേഷ്, നേരത്തെ ലിസ്റ്റിൻ പറഞ്ഞ പോലെ മലയാള സിനിമ ചെറിയ തുകയിൽ ഓവർസീസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബ്രിജേഷിന്റെയും നോഫലിന്റെയും വരവ്. എൻ്റെ അടുത്തുനിന്ന് എനിക്ക് ഇവരോട് എൻ്റെ കയ്യിൽ നിന്ന് 2 പടം എടുത്തിട്ടുണ്ട്. ഒരു പടം ഇവർ വന്ന് വില പറഞ്ഞതിന്റെ പേരിൽ വേറൊരാൾ വന്ന് വലിയ വിലക്ക് എടുത്തു. മറ്റൊരാള് ഇവര് വന്ന് എൻ്റെ അടുത്ത് വില പറഞ്ഞിട്ട് പോയി. അല്ല, ഞാൻ നൗഫലിനോട് ചോദിച്ചു, അത് ഞാൻ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. നൗഫൽ അത് കൊടുത്തോളാൻ പറഞ്ഞിട്ടാണ്. അല്ല, നന്ദിയുണ്ട്. അത് കഴിഞ്ഞ് 2019 ഒരു സിനിമ എൻ്റെ എടുത്തു. അതും ഈ പറഞ്ഞതുപോലെ നോർമലി കിട്ടാവുന്നതിനെക്കാട്ടും വലിയ വില കൊടുത്താണ്. അപ്പൊ ഇവർ ഓപ്പൺ ചെയ്ത് തന്ന ഒരു, ഇവരുടെ പേര് പോലെ തന്നെ ഒരു വേൾഡ് വൈഡ് മാർക്കറ്റ് ഉണ്ട്. മലയാള സിനിമയ്ക്ക് പലരും ഒതുക്കി വെച്ചിരുന്നത് തുറന്നു കിട്ടിയത് ബ്രിജേഷും നോഫലും കൂടെ വന്നതിന് ശേഷമാണ്. അപ്പൊ അവർക്ക് സിനിമ, എസ്പെഷ്യലി മലയാള സിനിമയിൽ ഇന്ന് പ്രൊഡ്യൂസേഴ്സ് ഇന്ന് എൻജോയ് ചെയ്യുന്ന ഈ ഓവർസീസ് റൈറ്റ്സിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഇവർ 2 പേരുമാണ്. അപ്പൊ അവർക്ക് പ്രത്യേകം ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തുനിന്ന് നന്ദി പറയുകയാണ്. അവര് ഒട്ടനവധി സിനിമകൾ ബാക്ക് ചെയ്തവരാണ്. ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസസിൽ ഒന്നായി ഇന്നിപ്പോ ഇവിടെ അവർ നിരന്തരം സിനിമ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അത് എനിക്ക് നന്നായി അറിയാം. നോഫല് ദേ ഹാവ് ഗോൺ ത്രൂ ബാഡ് ടൈംസ് ആൻഡ് ഇത് അവരുടെ ഒരു എന്താ പറയുക റിസർജൻസ് അതാണ്. സോ ദേ ആർ കമ്മിങ് ബാക്ക്. അവർക്ക് എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. സിനിമ മോശം അവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്നും ഇവിടെ നടന്മാരും നിർമ്മാതാക്കളും തമ്മിലൊക്കെ വലിയ അടിയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹെലികോപ്റ്റർ കഥ എൻ്റെ പ്രൊഡക്ഷനിൽ നിന്ന് ഒരാളുടെ അടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ടൊവിനോ ഒരിക്കലും കോസ്റ്റ് കൂട്ടാൻ ശ്രമിക്കുന്ന നടനല്ല, എനിക്ക് നന്നായി അറിയാവുന്നതാണ്, ഞങ്ങളുടെ 2022 ഒരു സിനിമയിൽ അഭിനയിച്ചതാണ്. അപ്പൊ ഹെലികോപ്റ്ററിന്റെ കഥ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഹെലികോപ്റ്ററിന്റെ സത്യാവസ്ഥ. അപ്പോൾ പറഞ്ഞു അതിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള കോൺഫിഡന്റ് റോയ് അദ്ദേഹത്തിന്റെ തന്നെ ആവശ്യമായിരുന്നു അന്നത്തെ ദിവസം അങ്ങനെ പോകണം എന്നുള്ളത്. അത് വെറുതെ ടൊവിനോ എന്ന് പറയുന്ന ഒരു നടന്റെ പുറത്ത് ചാർത്തി അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട്. ഞങ്ങളാരും അതിനെതിരല്ല. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയുന്നതുകൊണ്ട് ഒരാളുടെ സമ്മതപ്രകാരം സംഭവിക്കുമ്പോൾ വെറുതെ ടൊവിനോയെ അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമമാണ്. അപ്പോൾ ഞങ്ങളെന്നും നിങ്ങളെ പോലുള്ളവരുടെ കൂടെ തന്നെയാണ്. ടൊവിനോ എന്നും നിർമ്മാതാക്കളുടെ കൂടെ നിന്നിട്ടുള്ളതാണ്. അത് ഇപ്പോഴും ഐഡന്റിറ്റിയുടെ നിർമ്മാതാവിന്റെ കൂടെ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്, ചേർത്ത് പിടിച്ചാണ്. അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഈ പറയുന്ന പോലെ ചേട്ടനും മനിയനും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ തീർന്നു വരും. കാരണം സിനിമ അതിനതീതമാണ്. സിനിമ എന്ന് പറയുന്ന ഈ കലയോടുള്ള അമിതമായിട്ടുള്ള ഇഷ്ടം, പാഷൻ കൊണ്ടാണ് ഞങ്ങളെല്ലാം സിനിമയ്ക്കകത്ത് നിൽക്കുന്നത്. സിനിമ മുന്നോട്ട് പോകണം. പിക്ചർ അഭി ബാക്കി ഹെ, നമ്മുടെ റാഫേലേട്ടൻ പറയുന്ന പോലെ തൃശ്ശൂർ ഭാഷയിൽ, തൃശ്ശൂർ സ്ലാങ്ങിൽ ഹിന്ദി പറയുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, അത് റാഫേലേട്ടനാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് റാഫേലേട്ടൻ ഒരു ഷാറുഖ് ഖാൻ പടം പിടിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഈ ടീമിന് സുരേഷ് ഏട്ടൻ, ഡിജോ, ടൊവി, നോഫൽ, ബ്രിജേഷ് എല്ലാവർക്കും എൻ്റെയും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെയും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് എല്ലാത്തിലും ഉപരി ഒരു ഫാമിലി പടമാണ്. ഡിജോയുടെ 4ാമത്തെ സിനിമയാണ്. ക്വീൻ എന്ന് പറഞ്ഞ സിനിമ തൊട്ട് ഡിജോയുടെ ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പം എനിക്കറിയാം ഡിജോ ഒരു പടത്തിലെടുക്കുന്ന എഫേർട്ട്, അത് സക്സസ് ആയാലും ഫെയിലിയർ ആയാലും അവന്റെ എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. ഇതിന് കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. 2018 തൊട്ട് ഇതിന്റെ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞ ദിവസം ഞാനും ശ്രീത്തും ഡിജോയും കൂടെ ഒരു മുറിയൊക്കെ എടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തു. ഇത്തവണ ഒരു കാരണവശാലും മിസ്സാവില്ല എന്നുള്ള രീതിയിലാണ് സീൻ ബൈ സീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ വന്ന സ്ട്രക്ചറിൽ. ഇനി സുരേഷ് ഏട്ടനും കൂടെ ഒരു പ്രാവശ്യം ഇരിക്കണം. ഞാനും ഇത് പഠിക്കുകയാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഡിജോയുടെ കൂടെ ചെറുതായിട്ട് എന്താ പറയാ അസോസിയേറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഇതിൽ കുറച്ച് ഇൻവോൾവ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അതിലവൻ ഒരു ഫ്രീഡം തരുന്നുണ്ട്. പിന്നെ ടൊവിയും ഞാനും ഇപ്പൊ ഞങ്ങളുടെ അടുപ്പിച്ച് കുറെ സിനിമകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് മാസ് തുടങ്ങിയ ആൾക്കാരാണ്. കൽക്കി എന്ന സിനിമയിലാണ് ഞാനും ഈ ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു. അതിന്റെ തീം ടൊവി എന്നെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തീമാണ് കൽക്കിയിലെ തീം. അത് കഴിഞ്ഞിട്ട് ടൊവിയുടെ ഒരു മാസ് സിനിമ പിന്നെ ചെയ്യാൻ പോകുന്നു. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഒരു പ്രിപ്പറേഷനും ഉണ്ട്. സിനിമ നല്ലൊരു പ്രമേയം, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് ടൊവിയുടെ. അതിന്റെ സെറ്റിംഗും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അത് അതുപോലെ എടുക്കാൻ പറ്റട്ടെ, ഒരു കാരണവശാലും മിസ്സാകത്തില്ല എന്നുള്ള പ്രതീക്ഷ തന്നെ മുമ്പോട്ട് പോകുന്നു. താങ്ക് യു. സന്തോഷമുണ്ട് ഇവിടെ
ഡിജോടൊപ്പം മൂന്നാമത്തെ സ്ക്രിപ്റ്റ് ലെവലിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സിനിമ നല്ലൊരു സിനിമയായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.